ഇവിടെ കുറച്ച് ചോറ് പപ്പടം കിട്ടിയില്ല. അകത്താര കാറ്ററിംഗ് നടത്തുന്നേ? അയ്യോ കാറ്ററിംഗ് അല്ല, എന്റെ പുത്രന്. ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് ചൊരണ്ടി തിന്നാ. മോൻ ചോറിന്റെ അല്ലേ? അയ്യോ തിന്നു അതൊന്നും പറയല്ലേ. ചോറും കലത്തി തലയിട്ടിരിക്കുക. പെണ്ണവിടെ ഉള്ള പെണ്ണിന്റെ വീട്ടില് നിന്നെ കണ്ട നേരം വീണു. പൂനം പോയി കുളത്താ വീട് കാണാൻ ലഡു പോലെ ഇരിക്കുക. എന്താ കവള തുടക്കം മുന്തിരി ഉണ്ടാ? പാപ്പാ എനിക്ക് ലഡു തരട്ടാ രണ്ടെണ്ണം. പെർമിഷൻ കിട്ടാതെ ഞാൻ അറിയാവോ? ഇക്കിളി അല്ലയോ പോടാ മൺചട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഇദ്ദേഹം. കാരണം ഇന്ന് ഞാൻ നടന്നു പോയപ്പോ എന്നെ പട്ടാപ്പകയിൽ കയറി പിടിക്കാൻ നോക്കി. ഗായ്സ് ഒരു പട്ടീനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നിന്റെ നടന്ന എന്തോ കിട്ടും. അവളുമാരോട് ആകുമ്പോ സ്ത്രീകളെ കൈവയ്ക്കുന്നവരെ കൈ വെട്ടിക്കളയണം ഗൈസ്. വെട്ടട്ടെ അങ്ങ് വേണ്ട. ഏതാടാ ഈ തോരപ്പൻ ജോസിന്റെ പേരാ? ആ കാണാ സാറേ. എന്താടാ മുഖത്ത് കള്ളലക്ഷണം? പോയ സാറേ. കളിയാക്കുന്നോടാ. ഇപ്പൊ പോയോ? 2 തുള്ളി മൂത്രം പോയി. അന്നെ കണ്ടറിയ ചെമ്പിയമ്മയാണ്. ഇല്ല സാറേ, ആ കഞ്ചാവാ. ഇതെന്താടാ ബാക്കില്? ചന്തിയാ സാറേ. സോറി, കുണ്ടി കുണ്ടി. അനക്കൊക്കെ ഇത് എവിടുന്നാടാ കിട്ടി? ഇതോ ഇതിന്റെ പേര്. അപ്പൊ നട്ടു വളർത്തലും ഉണ്ടല്ലേ? ഇല്ല സാറേ, ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോ കൊണ്ടും, അല്ലെങ്കിൽ പോയി വാങ്ങും. അപ്പൊ ഇതിന്റെ പേരത്തിൽ കുറെ ആൾക്കാരുണ്ട്. ഒക്കത്തിന്റെ അടപ്പുന്ന് ഞാൻ ഊരി. എന്തത്? യാർലി. മുതൽ ഞാൻ ഡയറ്റാ. അമ്മ ഡയറ്റ് എടുത്താലും കുറയും. വെയിറ്റ് അല്ല, ഫുഡ്. നീ കണ്ടോ കുറഞ്ഞിരിക്കും. അമ്മയുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാ അമ്മേ? രാവിലെ ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു കുറ്റി പുട്ട്, ഒറ്റ കുറ്റി, അതിൽ കൂടുതലൊന്നുമില്ല. ഉച്ചയ്ക്ക് ഒരു തവി ചോറ്. ഈ 3 തവി ചേരുന്നതല്ലേ അമ്മയുടെ ഒരു തവി? താഴത്തിന് കുറച്ച് ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ്. അല്ല, അപ്പൊ ഡയറ്റ് എപ്പോഴും എടുക്കുന്നത്? രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക്, അതിന്റെ ഇടയ്ക്ക് ഡയറ്റ്. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി, അതിന്റെ ഇടയ്ക്ക് ഡയറ്റ്. ഹലോ മൈ ഗൈസ്, നമ്മളിന്ന് ഫാമിലി സെറ്റപ്പിൽ മൂന്നാർ പോവാണ്. അറിഞ്ഞപ്പോ തന്നെ ഐശ്വര്യമായിട്ട് കാക്കണ വണ്ടിയിലെ എല്ലാ മനുഷ്യന്മാരും കടന്നു. ഇന്ത്യമ്മ മാത്രം അമൃതങ്ങളിൽ വിളിച്ചുകൊണ്ട് കുത്തിരിക്കുക. വണ്ടി കയറി പേടിച്ചുകൊണ്ട് സാസു കൂടി നേരെ വിടും. ഈ വീടിന് ചായ കുടിച്ചുകൊണ്ട് നമ്മളെ യാത്ര എനർജി വേണ്ടിട്ട് ഒരാളെ നീരും കൊടും കാറ്റിന്റെ നടുവിലാണ് നമ്മളെ റിസോർട്ട്. വണ്ടി കയറാത്തോണ്ട് നമ്മളെ ആ പിന്നിൽ മാസിൽ വരുന്നതാണ് സൂപ്പർ വാന്റെ സൂപ്പർ തന്ത. ഒരാളെ കൂടെ കേട്ടോ. ചുമ്മാ നിർത്തിയല്ലോ. ഇല്ല ഒന്നുമില്ല.